കണ്ണൂരിൽ പേപ്പട്ടിയുടെ കടിയേറ്റ് ചികിത്സയിലായിരുന്ന 5 വയസ്സുകാരൻ മരിച്ചു. പരിയാരത്ത് ചികിത്സയിലായിരുന്ന തമിഴ് ദമ്പതികളുടെ മകൻ ഹരിതാണ് മരിച്ചത്. മെയ് 31-ന് SN പാർക്കിന് സമീപത്ത് വെച്ചാണ് തെരുവുനായയുടെ കടിയേറ്റത്. മനോജ് മെയിൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കണ്ണൂരിൽ പേപ്പട്ടിയുടെ കടിയേറ്റ് ചികിത്സയിലായിരുന്ന തമിഴ് ബാലൻ മരിച്ചു എന്ന വാർത്തയാണ് അറിയാൻ കഴിയുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? കൃഷിത്തു തികച്ചും സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ്. കാരണം 12 ദിവസമായി വെന്റിലേറ്ററിൽ കഴിയുകയാണ് കുഞ്ഞ് ഹരിത്ത്. 5 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയെയാണ് ഈ മെയ് 31-ന് കണ്ണൂർ SN പാർക്കിന് സമീപത്ത് വെച്ച് പേപ്പട്ടി കടിച്ചത്. പേവിഷബാധ കഴിഞ്ഞ ദിവസമാണ് സ്ഥിരീകരിക്കുകയും ചെയ്തത്. അങ്ങനെ വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു ഈ കുട്ടി. അല്പം മുമ്പാണ് മരണം സ്ഥിരീകരിച്ചത്. പരിയാരം മെഡിക്കൽ കോളേജ് അധികൃതർ തന്നെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തായാലും തെരുവ് നായയുടെ കടിയേറ്റ് മുഖത്തും കണ്ണിനുമൊക്കെയാണ് കടിയേറ്റിരുന്നത് ഈ കുട്ടിക്ക്. അതാണ് ഈ പേവിഷബാധ ഉണ്ടാകാൻ കാരണം എന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത്. കാരണം ഈ കടിയേറ്റതിന് ശേഷം കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ എത്തി റാബിസ് വാക്സിൻ ഒക്കെ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ചികിത്സയും നടത്തിയിരുന്നു. അതിനുശേഷം ഈ ആഴത്തിലുള്ള മുറിവ്, അതോടൊപ്പം തന്നെ കണ്ണിനും തലക്കുമൊക്കെ കടിയേറ്റ സാഹചര്യത്തിൽ അന്ന് തന്നെ കുട്ടിയെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് ജില്ലാ ആശുപത്രിയിൽ നിന്ന് പറയുകയും ചെയ്തിരുന്നു. അങ്ങനെ ജില്ലാ ആശുപത്രിയിലെത്തി ICUവിൽ ചികിത്സ തുടർന്നു. അതിനിടയിൽ നില ഗുരുതരമായപ്പോഴാണ് വെന്റിലേറ്ററിലേക്ക് മാറ്റിയത്. കഴിഞ്ഞ ഏതാണ്ട് ഒരാഴ്ചയോളമായി വെന്റിലേറ്ററിൽ തന്നെയായിരുന്നു ഈ കുട്ടി ഉണ്ടായിരുന്നത്. എന്തായാലും ഈ തെരുവുനായുടെ ആക്രമണത്തിൽ ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നതാണ് ഏറെ സങ്കടകരമായ ഒരു കാര്യം. മുഴപ്പിലങ്ങാട് നമുക്കറിയാം, ഒരു കുട്ടിയെ കടിച്ചു കീറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന്റെ ഞെട്ടലിൽ നിന്ന് നാടിപ്പോഴും മോചിതമായിട്ടില്ല. അതിനിടയിലാണ് ഇപ്പോൾ ഒരു തമിഴ് ബാലന്റെ ജീവൻ കൂടി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള ജനരോഷമാണ് ഈ തെരുവുനായയുമായി ബന്ധപ്പെട്ട് വലിയ ജനരോഷം കണ്ണൂരിൽ നിലനിൽക്കുകയാണ്. അതിനിടയിൽ ഈ പ്രവർത്തനങ്ങൾ, അതായത് തെരുവുനായയുടെ പിടികൂടി ഷെൽട്ടറുകളിലൊക്കെ ആക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും എന്നൊക്കെ മന്ത്രി ഉൾപ്പെടെ പറയുകയും ചെയ്തിരുന്നു. അത്തരം നടപടികളൊക്കെ കണ്ണൂരിൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ കുട്ടിയുടെ മരണം എന്നത് ഏറെ സങ്കടകരമായ ഒരു കാര്യം. ആ കുട്ടിയുമായി ബന്ധപ്പെട്ട് കുട്ടി അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പട്ടി ആക്രമിക്കുന്നത്. അതിന്റെ CCTV ദൃശ്യങ്ങളൊക്കെ ലഭിച്ചിരുന്നു. അതിൽ തന്നെ മുഖത്തിങ്ങനെ ചാടിക്കടിക്കുന്നത് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാനും കഴിയുന്നുണ്ട്. എന്തായാലും തെരുവുനായ ശല്യത്തിനെതിരെ അതിശക്തമായ നടപടി വേണം എന്നതിന്റെ മറ്റൊരു സൂചന കൂടിയാണ് ഈ മരണം എന്നുള്ളത്. ഏറെ സങ്കടകരമായ കാര്യം, ആ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്കും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകരുത് എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വേണം എന്നാണ് ഇപ്പോൾ നാടൊന്നാകെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷേന്ദു.